എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കടല കൊണ്ട് വളരെ രുചികരമായ ഒരു തോരൻ ഉണ്ടാക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. അതിനായി ആദ്യം നമുക്ക് കടല 6 മണിക്കൂർ കുതിർത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി കുക്കറിലിടാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. ഇനി ആവശ്യത്തിന് വെള്ളമൊഴിക്കാം. നമുക്കൊരു 5 വിസിൽ വന്നാൽ മതിയാകും. നമ്മുടെ കടല പാകത്തിന് വെന്ത് വന്നു. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില, നാളികേരം ഇതെല്ലാമാണ്. ആദ്യം നമുക്ക് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാം. അതിലേക്ക് കടുകിട്ട് പൊട്ടുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ആദ്യം ഇടാം. ഇനി കറിവേപ്പില ചേർക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇനി ഇതിലാവശ്യമായ ഉപ്പ് മാത്രം ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തു നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ നാളികേരം 1 ടീസ്പൂൺ കുരുമുളക് ചേർത്താണ് ഒന്ന് ചതച്ചെടുത്തത്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ പാകത്തിനായി. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിൽ ചേർക്കാം. നന്നായിട്ട് ഇളക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ കടലത്തോരൻ വളരെ എളുപ്പത്തിൽ റെഡിയായി കിട്ടി. നല്ല രുചിയുള്ളൊരു തോരനാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.